ഈ ചൂടുകുരു കുട്ടികളിൽ എങ്ങനെ അനുഭവപ്പെടുക പറഞ്ഞാൽ അവർക്ക് വല്ലാത്ത കുത്തലുള്ള അസ്വസ്ഥത ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ ഇതിന് ഇംഗ്ലീഷിൽ പ്രിക്കിലി ഹീറ്റ്, അതായത് കുത്തലുണ്ടാക്കുന്ന ഒരു ചൂടായിട്ടാണ് അനുഭവപ്പെടുക. ഇതിന് കാരണം എന്ന് വെച്ചാൽ നമ്മളെ വിയർപ്പ് ഗ്രന്ഥികൾ വിയർപ്പ് പുറത്തേക്ക് ധാരാളം ഉണ്ടാക്കിയിട്ട് പുറന്തള്ളുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ അതിന്റെ ഭാഗം സുഷിരം അടയുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ ചുവന്ന രീതിയിൽ കൊടുത്തു വരും. അതിനെയാണ് പ്രിക്കിലി ഹീറ്റ്, അതായത് ചൂടുകുരു എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് മാർക്കറ്റിലൊക്കെ കുറെ മെഡിസിൻസ് കാണാം, പൗഡർ കാണാം, അപ്ലൈ ചെയ്യാനുള്ള കുറെ സാധനങ്ങൾ കാണാം. അതൊന്നും ഉപയോഗിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇത് നമുക്ക് മനസ്സിലായി, ഇത് വിയർപ്പ് ഗ്രന്ഥിയിൽ ഉണ്ടാവുന്നത് പുറത്തേക്ക് തള്ളുന്നത് മാത്രമാണ്. അപ്പൊ നമ്മൾ കൂടുതൽ ഇങ്ങനത്തെ സാധനങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ സുഷിരങ്ങൾ അടയുകയും അത് കാരണം ചൂടുകുരു കൂടാനും മോശമാവാനാണ് സാധ്യത. അപ്പൊ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നന്നായി വെള്ളം കുടിക്കുക, വിയർപ്പ് പുറത്തേക്ക് പോകാൻ ഒന്ന് മെയിനായിട്ട് ക്ലീൻ ആയിട്ട് ഹൈജീൻ ആയിട്ട് അവിടെ കുളിപ്പിക്കുക, അതായത് ആ ഭാഗം നന്നായി ക്ലീൻ ആക്കുക. ദിവസം 2 or 3 തവണ നമുക്ക് കുളിപ്പിക്കാൻ പറ്റും കുട്ടികളെ. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാല് നമ്മൾ ചില കണ്ടീഷനുകളിൽ ഡോക്ടർമാർ നോക്കിയിട്ട് അതിന് സൂത്തനിങ് എഫക്ട്, അതൊരു സുഖം കിട്ടുന്ന രീതിയിലുള്ള കലാമിൻ ലോഷൻ പോലത്തെ മെഡിസിൻസ് അപ്ലൈ ചെയ്യാനോ, ചില സ്കിന്നിന്റെ കണ്ടീഷൻ മനസ്സിലാക്കിക്കൊണ്ട് അതിന് പറ്റിയ രീതിയിലുള്ള ചില സ്കിന്നിന് മാത്രം അത് വളരെ ഡ്രൈ ആണെങ്കിൽ ചിലപ്പോൾ മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ സ്റ്റിറോയിഡോ അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുകയും ചെയ്യാം.